കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പാ ശരണം. 7-ാം സർഗം ആരണ്യകാണ്ട് 7-ാം സർഗം നമ്മൾ 17-ാം ശ്ലോകം ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ശ്രീരാമനെ ആശ്രമത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരും, പിന്നെ ഓടി ഒളിക്കും, പിന്നെ ദൂരത്തായിട്ട് കാണും. അങ്ങനെ ശ്രീരാമനെ അധിക ദൂരം ആകർഷിച്ച് കൊണ്ടുപോയിട്ട് രാമൻ ഇത് മാനല്ല മാരീചനാണെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ശരമെടുത്ത് ആ മൃഗരൂപം ധരിച്ചിരിക്കുന്ന മാരീചനെ എയ്തു. മാരീചൻ രാക്ഷസൻ്റെ രൂപം തന്നെ കൈക്കൊണ്ട് ഭൂമിയിൽ വീണു, ചോര ഒലിച്ചുകൊണ്ട് വീണു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. 18 വായിക്കാം. ഹാ ഹതോസ്മി മഹാബാഹോ ത്രാഹി ലക്ഷ്മണ മാം ദ്രുതം ഇത്യുക്ത്വാ രാമവദ്വാച പാപത രുധിരാശനഃ. എന്താ സൂത്രമല്ലേ മാരീചൻ്റെ? ഹാ ഹതഃ അസ്മി, കഷ്ടമേ, ഞാൻ നിഗ്രഹിക്കപ്പെട്ടു. മഹാബാഹോ ലക്ഷ്മണ, വളരെ സമർത്ഥനായ ലക്ഷ്മണ, ദ്രുതം മാം പാഹി, എന്നെ രക്ഷിക്കണേന്ന് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ചിട്ട് എന്നെ രക്ഷിക്കണേന്ന് പറയുകയാണ് മാരീചനെ. കാരണം ശ്രീരാമന് ആപത്ത് പറ്റിയെന്ന് സീത വിചാരിക്കണം ചിട്ടാ. ഇത് രാമവദ്വാച ഉക്ത്വ, ഇങ്ങനെ രാമവാക്കിന് തുല്യമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ്. കണ്ടോ, രാമവദ് വാച ഉക്ത്വ, രാമൻ പറയുകയാണെന്ന് നടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് രുധിരാശനഃ പപാത, രാക്ഷസൻ വീണ് മരിച്ചു. അപ്പോൾ മരിക്കണേൻ്റെ മുമ്പേ ചോര ഒലിപ്പിച്ചും കൊണ്ട് ഭൂമിയിൽ വീണു പറഞ്ഞല്ലോ. അതിന് ശേഷം എന്ത് പറഞ്ഞ് കരഞ്ഞിട്ടാണ് മരിച്ചറിയോ? സീതയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്, ഹേ മഹാപരാക്രമശാലിയായിട്ടുള്ള ലക്ഷ്മണ, കഷ്ടം, എന്നെ ഇതാ ഈ എന്നെ ഈ രാക്ഷസൻ കൊന്നു. അങ്ങനെയാണല്ലോ, മാരീചൻ കൊന്നു എന്ന് പറയുകയാണ് ശ്രീരാമൻ എന്ന നിലയ്ക്ക്. നീ വേഗം വന്ന് രക്ഷിക്കൂ എന്ന് രാമൻ പറയണ പോലെ പറഞ്ഞും കൊണ്ട് മാരീചൻ വീണു. ഹാ ഹതോസ്മി മഹാബാഹോ ത്രാഹി ലക്ഷ്മണ മാം ദ്രുതം ഇത്യുക്ത്വാ രാമവദ്വാച പാപത രുധിരാശനഃ. വീണു. എന്നിട്ട് ഇനി 19 20 ഒന്നിച്ചാണ്. എന്നാമാജ്ഞോപി മരണേ സ്മൃത്വാ തൽ സാമ്യമാപ്നുയാത് കിമുതാഗ്രേ ഹരിം പശ്യം സ്തേനൈവ നിഹതോസുരഃ. തദ്ദേഹാദുത്ഥിതം തേജഃ സർവലോകസ്യ പശ്യതഃ രാമമേവാവിശദ്ദേവാ വിസ്മയം പരമം യയൂ. ഇതിപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഏതുപോലെ വെച്ചാൽ എന്താ പറയുക, ഈ മറ്റേ ദശമസ്കന്ധത്തിൽ ഉള്ള പോലെയാണ്. ആരാണ് യുദ്ധത്തിൽ കൊന്നപ്പോൾ ആത്മാവ് ഭഗവാനിൽ വന്ന് ചേർന്നത് കണ്ടു. ശിശുപാലനെ കൊന്നപ്പോൾ ശിശുപാലൻ്റെ ആത്മാവ് ഭഗവാനിൽ വന്ന് ലയിക്കണത് കണ്ടുല്ലോ. അപ്പോഴാണല്ലോ യുധിഷ്ഠിരൻ ചോദിക്കുക, ഇത്ര ദുഷ്ടനായിട്ടുള്ള ഒരാളൊക്കെ എങ്ങനെ മുക്തി കിട്ടി, ഭഗവാനിൽ എങ്ങനെ ലയിച്ചത്? അപ്പോഴാണ് പിന്നെ കഥ പറയണത്. ഈ നരസിംഹത്തിൻ്റെയൊക്കെ അതായത് ജയവിജയന്മാരുടെ കഥയൊക്കെ അപ്പോഴാണ് വരണത്. അതുപോലെയാണ് അപ്പം ഉണ്ടായത്. തദ്ദേഹാദുത്ഥിതം തേജഃ, എന്താ ഉണ്ടായത്? അജ്ഞഃ അഭി, അറിവില്ലാത്തവനും, എന്നാമ, ഏതൊരു ഭഗവാന്റെ നാമത്തെ, മരണേ സ്മൃത്വ, മരണത്തിൽ, അതായത് ഭഗവാനെ കണ്ടുകൊണ്ടല്ലേ മരിക്കണേ, തൽ സാമ്യം ആപ്നുയാത്, മാത്രമല്ല ഭഗവാന്റെ അടുത്തുമാണ്, തം ഹരിം അഗ്രേ പശ്യൻ, ആ ഭഗവാനെ തന്നെ നേരിൽ കാണുന്നവനും, തേനയേവ നിഹത അസുര, അവനാൽ തന്നെ വധിക്കപ്പെട്ടവനുമായ അസുരൻ, കിമുത, പിന്നെ പറയണോ, തദ്ദേഹാത്, അവൻ്റെ ദേഹത്തിൽ നിന്നും, ഉത്ഥിതം തേജ, ആ ജീവാത്മാവേ തേജസ്, സർവലോകസ്യ പശ്യത, എല്ലാ ലോകത്തിനും കണ്ടും കൊണ്ടിരിക്കെ, രാമമേവ ആവിശത്, രാമനിൽ ചെന്ന് ലയിച്ചു ചേർന്നു. ദേവാഹ പരമം വിസ്മയം യയു, ദേവന്മാർക്കൊക്കെ അത്ഭുതമായി. എന്താ അറിയോ, മാരീചൻ
ഭഗവത് സായുജ്യം പ്രാപിച്ചു എന്ന് പറയുകയാണ്. അതായത് ഒരറിവുമില്ലാത്ത ആളായാലും ഏതൊരാൾക്കാണ് മരണസമയത്തിൽ ശ്രീരാമനാമം സ്മരിക്കാൻ സാധിക്കണ, ഏതൊരു ആൾക്കാണ് ശ്രീരാമൻ്റെ സാമീപ്യം അനുഭവമായാലും മതിയല്ലോ. ആ പരമാത്മാവായ ഭഗവാനെ മുൻപിൽ കണ്ടുകൊണ്ടാണ്, അതൊന്നും വേണ്ട, ശരിക്കും ഒരു ഭഗവാനെ സ്മരിച്ച് ഒരു നാമം ജപിക്കുകയെ ഭഗവാനെ വെറുതെ സ്മരിക്കുകയെ ചെയ്താൽ തന്നെ മോക്ഷം കിട്ടും. മാരീചൻ അങ്ങനെ അല്ലാണ്ടായതാ. അങ്ങനെ മോക്ഷം വളരെ വേഗം മരണസമയത്ത് സ്മരിക്കുന്നത് കൊണ്ട് മാത്രം, എത്ര അറിവില്ലെങ്കിലും മരണസമയത്ത് സ്മരിക്കുന്നത് കൊണ്ട് മാത്രം മോക്ഷം നൽകുന്ന ആ പരമാത്മാവായ ഹരി, ശ്രീഹരി ഇതാ മുമ്പിൽ പ്രത്യക്ഷമായും കൊണ്ട് ആ ശ്രീഹരിയുടെ കൈകൊണ്ട് തന്നെ മരിക്കാനുള്ള ഭാഗ്യം മാരീചനുണ്ടായാൽ പിന്നെ അത്ഭുതമുണ്ടോ? മുക്തി കിട്ടി എന്ന് പറഞ്ഞാൽ ആ മാരീചൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ആ ജീവചൈതന്യം എന്താ ചെയ്തത്? സകല ലോകവാസികളും കണ്ടുകൊണ്ടിരിക്കെ രാമനെ തന്നെ പ്രാപിച്ചു. മീൻസ് രാമനിൽ ചേർന്നു, അല്ലെങ്കിൽ രാമനിൽ ലയിച്ചു. ദേവന്മാരൊക്കെ അത്ഭുതപ്പെട്ടു. അപ്പോൾ നമ്മളത് രണ്ടും വായിച്ച് പിന്നെ എന്നാമാജ്ഞോപി മരണേ സ്മൃത്വ തൽ സാമ്യമാപ്നുയാത് കിമുദാഗ്രേ ഹരിം പശ്യംസ്തേനൈവ നിഹതോസുരഃ തദ്ദേഹാദുത്ഥിതം തേജഃ സർവലോകസ്യ പശ്യതഃ രാമമേവാവിശദ്ദേവാ വിസ്മയം പരമം യയൂ. ഇനി 21. കിം കർമ്മ കൃത്വാ കിം പ്രാപ്തഃ പാതകീ മുനിഹിംസക അഥവാ രാഘവസ്യായം മഹിമാ നാത്ര സംശയ. പാതകി മുനിഹിംസക, പാപിയും അനവധി മുനിമാരെ കൊന്നു തിന്നവനും, കിം കർമ്മ കൃത്വ, എന്തെല്ലാം ദുഷ്കർമ്മം ചെയ്തിട്ട്, കിം പ്രാപ്ത, എന്തിനെ പ്രാപിച്ചു അവസാനം, അഥവാ അയം രാഘവസ്യ മഹിമ, പക്ഷേ ഇത് രാഘവൻ്റെ മഹിമ തന്നെ, അത്ര എന്നാ സംശയം, ഇതിൽ സംശയമില്ല. അത് തന്നെയാണ്. എന്താ അറിയോ, ഭഗവാൻ പറയേണ്ട വാൽമീകി രാമായണത്തിലുണ്ടേ, സഹൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ് വ്രതം മമ. അപ്പം ശരിക്കും പറയാച്ചാൽ ശ്രീരാമനെ അഭയം പ്രാപിച്ചു മാരീചനെ. കാരണം രാവണൻ്റെ കൈകൊണ്ട് വധം ആയ നരകാണെന്നറിയാം. അപ്പോൾ തീർച്ചയായും ശ്രീരാമനെ സ്മരിച്ച് ഞാൻ മരിക്കുക, എനിക്ക് മുക്തി കിട്ടുമല്ലോ എന്ന്. അതാണ് ഈ അസുരൻ ശരിക്കും പറയാച്ചാൽ എത്ര ദുഷ്പ്രവൃത്തികൾ ചെയ്ത ആളാണ്. അനവധി മുനിമാരെയൊക്കെ കൊന്നു തിന്ന ആളാണ്, പാപിയാണ്. അതിലൊന്നും ആശ്ചര്യപ്പെടാനില്ല. എന്താ വെച്ചാൽ ഇതാണ് രാമൻ്റെ മഹിമ എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം നാമസ്മരണം കൊണ്ട് സകല പാപത്തെയും സംഹരിച്ചിട്ട് പരമസായുജ്യം നൽകുന്നത് ശരിക്കന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഒരു വ്രതമാണ്. തന്നെ ആശ്രയിച്ചവരൊക്കെ മോക്ഷം കൊടുക്കുക എന്നുള്ളത് ഒരു വ്രതമാണ്. ദദാമ്യത വ്രതം മമ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. അപ്പം പിന്നെ ഈ അവസാനം കാണാനും ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടാനും അതുവരെ ഭഗവാനെ ഭീതി കൊണ്ട് സ്മരിക്കാനും സാധിച്ച മാരീചിന് മുക്തി കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയുകയാണ് കേട്ടോ. കിം കർമ്മ കൃത്വാ കിം പ്രാപ്തഃ പാതകീ മുനിഹിംസക അഥവാ രാഘവസ്യായം മഹിമാ നാത്ര സംശയഃ രാമബാണേന സംവിദ്ധ പൂർവം രാമമനുസ്മരൻ ഭയാൽ സർവം പരിത്യജ്യ ഗൃഹവിത്താദികം ചയത് ഹൃദി രാമം സദാ ധ്യാത്വാ നിർധൂതാശേഷകൽമഷ അന്തേ രാമേണ നിഹത പശ്യൻ രാമമവാപ സഹ ദ്വിജോ വാ രാക്ഷസോ വാപി പാപി വാ ധാർമ്മികോപി വാ ത്യജൻ കളേബരം രാമം സ്മൃത്വാ യാതി പരം പദം ഇതി തേന്യോന്യഭാഭാഷ്യ തതോ ദേവാ ദിവം യയു. എന്താ പറയണറിയോ, ദേവന്മാർ പറയുകയാണ് തമ്മിൽ. രാമബാണേന സംവിദ്ധം, രാമബാണത്താൽ വധിക്കപ്പെട്ടവനും, പൂർവം രാമം അനുസ്മരൻ, മുമ്പ് രാമനെ അനുസ്മരിക്കുന്നവനും. കാരണം പേടിയുണ്ട് സ്മരിച്ചേർന്നുവല്ലോ മാരീചൻ. ഭയാദ് ഗൃഹവിത്താധികം യത് സർവം പരിത്യജ്യ, അതായത് ഭയം കൊണ്ടാണെങ്കിലും സ്വന്തം ഗൃഹവും ധനവും എല്ലാം ത്യജിച്ചിട്ട് ഹൃദി സദാ രാമം ധ്യാത്വ, ഹൃദയത്തിൽ സദാ രാമനെ തന്നെ ധ്യാനിച്ചിട്ട് നിർധൂതാശിഷ കൽമഷ, നിശേഷം നശിപ്പിക്കപ്പെട്ട എല്ലാ പാപത്തോടും കൂടിയവനായിട്ട്
അന്തേ രാമണേ നിഹത, അവസാനം രാമനാൽ വധിക്കപ്പെട്ടവനുമായിട്ട് രാമൻ പശ്യ, രാമനെ കണ്ടുകൊണ്ട് രാമം അവാപ, അവൻ രാമനെ തന്നെ പ്രാപിച്ചു. ദ്വിജഹ വാ, എന്താ ദേവന്മാർ പറഞ്ഞറിയോ? ദ്വിജഹ വാ രാക്ഷസഃ വാ പാപി വാ ധാർമ്മികഃ അപി വാ രാമം സ്മൃത്വാ കളേബരം ത്യജൻ പരംപദം യാതി. അതായത് ദ്വിജനായാലും ബ്രാഹ്മണനായാലും രാക്ഷസനായാലും പാപിയായാലും ധർമ്മിഷ്ഠനായാലും ആരായാലും രാമനെ സ്മരിച്ച് ദേഹം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അവന് ആ പരമപദമായിട്ടുള്ള മോക്ഷം തന്നെ ലഭിക്കുന്നു. ഇതാണത്രേ അന്യോന്യം, ഇതിതേ അന്യോന്യം ആഭാഷ്യ. ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ട് ദേവാഹ ദിവം യയു, ദേവന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങിയെന്ന്. ദേവന്മാരുടെ ഒരു കമൻ്റാണ് ഇത് കണ്ടിട്ട്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലോ എന്ന് പറയണം ദേവന്മാർ തമ്മിൽ. എന്താച്ചാൽ ഈ മാരീചൻ ഭീതി കൊണ്ടാണെങ്കിലും ആ ഒരു വിശ്വാമിത്രൻ്റെ ആ യാഗം മുടക്കാൻ വേണ്ടി പോയ ആ സംഭവത്തിന് ശേഷം സദാ ഭീതി കൊണ്ടാണെങ്കിലും ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഭീതി കൊണ്ടാണെങ്കിലും ധനവും ഗൃഹവും എല്ലാം ത്യജിച്ചു. എന്നിട്ട് സദാ ശ്രീരാമഭഗവാനെ സ്മരിച്ചു. എന്നിട്ട് ശ്രീരാമഭഗവാനെ കൈകൊണ്ട് വധിക്കപ്പെട്ടു. ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ട് ദേഹം ത്യജിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മോക്ഷം കിട്ടി. അപ്പോൾ എന്താ വേവന്മാർ പറയണച്ചാൽ, രാക്ഷസനായാലും വേണ്ടില്ല, രാജാവായാലും വേണ്ടില്ല, പാപിയായാലും വേണ്ടില്ല, ധർമ്മിഷ്ഠനായാലും വേണ്ടില്ല, ഈ ശരീരം ത്യജിക്കുന്ന സമയത്ത് ആരാണ് ശ്രീരാമചന്ദ്രനെ സ്മരിക്കുന്നത് ആ ആൾക്ക് മോക്ഷം നിശ്ചയം എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടാണ് അത്രേ ദേവന്മാർ തിരിച്ചു പോയത്. ഈ ഒരു രംഗം കണ്ടതിന് ശേഷം രാമബാണേന സംവിദ്ധ പൂർവം രാമമനുസ്മരൻ ഭയാൽ സർവം പരിത്യജ്യ ഗൃഹവിത്താധികം ചയത് ഹൃദി രാമം സദാ ധ്യാത്വാ നിർധൂതാശേഷകൽമഷ അന്തേ രാമേണ നിഹത പശ്യൻ രാമമവാപസഃ ദ്വിജോ വാ രാക്ഷസോ വാപി പാപി വാ ധാർമ്മികോപി വാ ത്യജൻ കളേബരം രാമം സ്മൃത്വാ യാതി പരം പദം ഇതി തേന്യോന്യമാഭാഷ്യ തതോ ദേവാദിവം യയു. അവർ പോയി. ഇനി നമുക്ക് എത്രയാണ് 26ഉം 27ഉം വായിക്കാട്ടോ. രാമസ്തച്ചിന്തയാമാസ മ്രിയമാണോസുരാധമ ഹാ ലക്ഷ്മണേതി മദ്വാക്യമനുകുർവാൻ മമാരകിം ശ്രുത്വാ മദ്വാക്യസദൃശം വാക്യം സീതാപി കിം ഭവേദ് ഇത് ചിന്താപരീതാത്മാ രാമോ ദുര്യാന്ന വർത്തത. രാമഃ തച്ചിന്തയാമാസ. അപ്പോൾ ഒരു പോസ് വന്നു, സോറി കേട്ടോ. അപ്പോൾ രാമഃ തച്ചിന്തയാമാസ, രാമൻ അതിനെപ്പറ്റി ചിന്തിച്ചു. മ്രിയമാണഃ അസുരാധമ, മരിക്കുന്ന അസുരാധമൻ. ഹാ ലക്ഷ്മണ ഇതി, ഹാ ലക്ഷ്മണ എന്ന് മദ്വാക്യം അനുകൂർവാൻ, എൻ്റെ വാക്യത്തെ അനുകരിച്ചുകൊണ്ട്, കിം മമാര എന്തിനായിട്ട് മരിച്ചു, മദ്വാക്യ സദൃശം വാക്യം ശ്രുത്വ എൻ്റെ വാക്കിന് സദൃശമായിട്ടുള്ള ആ വാക്യത്തെ ശ്രവിച്ചിട്ട്, സീത അഭി കിം ഭവേദ് സീതയും എങ്ങനെയാകുമോ, ഇത് ചിന്താപരീതാത്മാ എന്ന ചിന്തയാൽ മനസ്സ് കുറച്ചൊരു പ്രക്ഷുബ്ധമായിട്ട് രാമഃ ദൂരാജ്ഞവർത്തത, രാമൻ ദൂരത്തിൽ നിന്നും മടങ്ങി. അതായത് കൊന്നു. പക്ഷേ ശ്രീരാമൻ കേട്ടുല്ലോ, ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ, രാക്ഷസൻ എന്നെ കൊന്നു എന്നൊക്കെയല്ലേ പറഞ്ഞ. അതായത് ശ്രീരാമൻ പറയണ പോലെ പറഞ്ഞുല്ലോ ഈശ്വര. ഇനിയിപ്പോൾ അത് കേട്ടിട്ട് സീത ലക്ഷ്മണനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയുകയൊക്കെ ചെയ്തു ആകുമെന്ന് ഒരു ചെറിയൊരു വിഷമായി. എന്താ വെച്ചിട്ടുണ്ടോ, എന്താണ് സീത വിചാരിച്ചിട്ടുണ്ടാവുക എന്ന്. അതായത് ഈ മാരീചൻ്റെ കരച്ചിൽ കേട്ടിട്ട് ശ്രീരാമനാണെന്ന് നടിച്ച് കരഞ്ഞപ്പോൾ സീത അത് ശ്രീരാമനാണെന്ന് തന്നെ വിശ്വസിച്ചിട്ട് ലക്ഷ്മണനെ അടുത്തുനിന്ന് പറഞ്ഞേക്കൊറ്റ ചെയ്യുമോ എന്നുള്ളൊരു ഒരു പേടി ശ്രീരാമന് മനസ്സിൽ പെട്ടെന്ന് തോന്നിയെന്ന്. അതാണ് ആ ചിന്ത വന്നു. രാമശ്ചിന്തയാമാസ മ്രിയമാണോസുരാധമ ഹാ ലക്ഷ്മണേതി മദ്വാക്യം അനുകുർവാൻ മമാരകിം
ശ്രുത്വാ മദ്വാക്യസദൃശം വാക്യം സീതാപി കിം ഭവേൽ ഇതി ചിന്താപരീതാത്മാ രാമോ ദൂരാന്യവർത്തത. അതായത് ഈ അസുരാധമൻ മരിക്കാറാകുമ്പോൾ ലക്ഷ്മണ എന്ന് തുടങ്ങിയിട്ടല്ലേ വിളിച്ചത്. അപ്പം എൻ്റെ വാക്ക് പോലെ ഉള്ള ആ വാക്ക് കേട്ടാൽ സീത എന്താ വിചാരിക്കുക എന്നുള്ളൊരു ചിന്തയോടുകൂടി രാമൻ വേഗം ആശ്രമത്തിലേക്ക് മടങ്ങി എന്ന് പറയാൻ കേട്ടോ. ഇനി 1, 2, 3, 4 ശ്ലോകം ഒന്നിച്ചാണ്. സീതാ തദ്ഭാഷിതം ശ്രുത്വാ മാരീജസ്യ ദുരാത്മന ഭീതാതിദുഃഖ സംവിഘ്ന ലക്ഷ്മണം ത്വിദമബ്രവീത് ഗച്ഛ ലക്ഷ്മണവേഗേന ഭ്രാതാ തേ സുരപീഡിത ഹാ ലക്ഷ്മണേതി വചനം ഭ്രാതുസ്തേ ന ശൃണോഷി കിം താമാഹ ലക്ഷ്മണോ ദേവി രാമവാക്യം ന തദ്ഭവേത് യ കശ്ചിദ്രാക്ഷസോ ദേവി മ്രിയമാണോബ്രവീദ് വചഃ രാമസ്ത്രൈലോക്യമപി യഃ ക്രുദ്ധോ നാശയതി ക്ഷണാത് സ കഥം ദീനവചനം ഭാഷതേ മരപൂജിത. അപ്പോൾ സീത ലക്ഷ്മണനോട് പറയണത് ലക്ഷ്മണൻ തിരിച്ചു പറയണത് നമുക്ക് നോക്കാം. ദുരാത്മനഃ മാരീജസ്യ തദ് ഭാഷിതം ശ്രുത്വ, ഈ ദുരാത്മാവായിട്ടുള്ള മാരീജൻ്റെ ആ വാക്ക് കേട്ടിട്ട് ഭീത, ശ്രീരാമൻ വിചാരിച്ച പോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഭീത അതിദുഃഖ സംവിഘ്ന സീത, പേടിച്ചവളും വളരെ ദുഃഖിച്ചവളുമായ സീത ലക്ഷ്മണം തു ഇദം അബ്രവീത്, ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു. ലക്ഷ്മണ വേഗേന ഗച്ഛ, ലക്ഷ്മണ ഒന്ന് വേഗം പോവൂ. തേ ഭ്രാത അസുരപീഡിത, ദാ നിന്റെ സഹോദരനെ അസുരൻ ഉപദ്രവിക്കുന്നുണ്ട്. ഹാ ലക്ഷ്മണ ഇതി തേ ഭ്രാതുവചനം, ഹാ ലക്ഷ്മണ എന്നുള്ള പിന്നെന്താണ് നിന്റെ സഹോദരൻ്റെ വചനത്തെ ന ശൃണോഷിക്കും, നീ കേട്ടില്ലേ നിന്നെ വിളിക്കണത് നിന്റെ ഏട്ടൻ. ലക്ഷ്മണ താം ആഹ, ലക്ഷ്മണൻ അപ്പം പറഞ്ഞു തിരിച്ച് ചെയ്തോടെ ദേവി തദ് രാമവാക്യം ന ഭവേത്, അതൊരിക്കലും ശ്രീരാമൻ്റെ വാക്കല്ല. സഹ മരിക്കുന്ന ഏതോ ഒരു രാക്ഷസൻ വചഃ അബ്രവീത്, വെറുതെ ശ്രീരാമനാണെന്ന് അടിച്ച് പറയുകയാണ്. ക്രുദ്ധഃ യ രാമ, ക്രുദ്ധനായ രാമൻ ത്രൈലോക്യം അഭീക്ഷണാത് നാശയതി, രാമന് ദേഷ്യം വന്ന ഈ ത്രിലോകങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അമരപൂജിത, ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന ആ രാമൻ കഥം ദീനവചനം ഭാഷത്തെ, എങ്ങനെ ഒരു ദീന ശബ്ദം, ഹാ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ദീനമായിട്ടുള്ളൊരു ശബ്ദം, ദയനീയമായിട്ടുള്ളൊരു ശബ്ദം എങ്ങനെ രാമൻ്റെ വായെന്ന് പുറപ്പെടും ദേവി? ഒരിക്കലും ആ കേട്ടത് ശ്രീരാമഭഗവാൻ പറഞ്ഞതല്ല. ഇത്ര ദയനീയമായിട്ടൊരു ശബ്ദം ആ സർവേശ്വരനായിട്ടുള്ള ഈ ത്രിലോകങ്ങളെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാനുള്ള ശക്തിയുള്ള സർവേശ്വരനായ ശ്രീരാമൻ്റെ വായെന്ന്, എൻ്റെ സഹോദരനായിട്ടുള്ള ശ്രീരാമഭഗവാന്റെ വായെന്ന് ഇങ്ങനൊരു ദയനീയമായിട്ടുള്ള വാക്ക് ഒരിക്കലും പുറപ്പെടില്ല എന്നാണ്. വേഗം പൂവു ലക്ഷ്മണ, കേട്ടില്ലേ നീയെ ഏട്ടൻ്റെ വിളി, ഇതാ അസുരനെ ഏട്ടനെ ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തെ മറുപടി ഇതാണ്. നല്ല ഉറപ്പാണ് ആർക്ക്? ലക്ഷ്മണന്. ഒരിക്കലും ഇങ്ങനൊരു ദയനീയമായിട്ടൊരു ശബ്ദം എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് വായെന്ന് പുറപ്പെടില്ല. കാരണം സർവേശ്വരനാണ്, ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനാണ്, ത്രിലോകങ്ങളെയും ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ള സമർത്ഥനാണ്. പിന്നെ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. സീതാ തദ്ഭാഷിതം ശ്രുത്വാ മാരീജസ്യ, അത് രാമവാക്യല്ല, ഏതോ ഒരു രാക്ഷസൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അല്ലാതെ ശ്രീരാമൻ കോപിച്ച ത്രിലോകത്തിന് ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അപ്പം പിന്നെ ആ രാമൻ ഹാ ലക്ഷ്മണ എന്നൊന്നും വിളിച്ച് കരയില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഒന്നുകൂടി വായിക്കാം. സീതാ തദ്ഭാഷിതം ശ്രുത്വാ മാരീജസ്യ ദുരാത്മന ഭീതാതിദുഃഖ സംവിഘ്ന ലക്ഷ്മണം ത്വിദമബ്രവീത് ഗച്ഛ ലക്ഷ്മണ വേഗേന ഭ്രാതാതേ സുര പീഡിത. പിന്നെയോ ഹാ ലക്ഷ്മണേതി വചനം ഭ്രാതുസ്തേ ന ശൃണോഷി കിം താമാഹ ലക്ഷ്മണോ ദേവി രാമവാക്യം ന തദ്ഭവേത് യഃ കശ്ചിദ്രാക്ഷസോ ദേവി മ്രിയമാണോബ്രവീത് വചഃ രാമസ്ത്രൈലോക്യമപി യഃ ക്രുദ്ധോ നാശയതി ക്ഷണാൽ സ കഥം ദീനവചനം ഭാഷതേ മരപൂജിത എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3 ശ്ലോകം കൂടി വായിച്ച് നിർത്താം. ക്രുദ്ധ ലക്ഷ്മണമാലോക്യ സീതാബാഷ്പവിലോചന
പ്രാഹ ലക്ഷ്മണ ദുർബുദ്ധേ ഭ്രാതുർവ്യസനമിച്ഛസി പ്രേഷിതോ ഭരതേനൈവ രാമനാശാഭികാംക്ഷിണ മാം നേതുമാഗതോസി ത്വം രാമനാശ ഉപസ്ഥിതേ ന പ്രാപ്സ്യസേ ത്വം മാമദ്യ പശ്യ പ്രാണാംസ്ത്യജാമ്യഹം ന ജാനാതീദൃശം രാമസ്ത്വാം ഭാര്യാഹരണോദ്യതം രാമാധന്യം ന സ്പൃശാമി ത്വാം വാ ഭരതമേവ വാ. പാവട്ടോ. ഇത്യുക്ത്വാ വധ്യമാനാ സാ സ്വബാഹുഭ്യാം രുരോധഃ തച്ഛ്രുത്വാ ലക്ഷ്മണ കർണൗ പിതായാതീവ ദുഃഖിതഃ. അപ്പം സീത അധിക്ഷേപ വാക്കുകൾ തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞ്? ക്രുദ്ധ ബാഷ്പവിലോചന സീത. ദേഷ്യം വന്ന് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് സീത ലക്ഷ്മണൻ ആലോക്യ പ്രാഹ. സീത ലക്ഷ്മണനെ ബാഷ്പവിലോചന, കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ കുടുകുട ഒഴുകിയും കൊണ്ട് സീത ലക്ഷ്മണൻ ആലോക്യ, ലക്ഷ്മണനെ നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞ്? അങ്ങനെയൊന്നും പറയാൻ അത്രയൊരു ചീത്ത വാക്കൊക്കെ പറഞ്ഞു. ദുർബുദ്ധേ ലക്ഷ്മണ, ദുർബുദ്ധിയുള്ള ലക്ഷ്മണ, ത്വം ഭ്രാതുഹു വ്യസനമിച്ഛസി, നിനക്ക് നിൻ്റെ സഹോദരന് ദുഃഖം വരണം എന്നാണ് ആഗ്രഹം. രാമനാശാഭികാംക്ഷിണ ഭരതേന പ്രേഷിത ത്വം, രാമൻ്റെ നാശത്തെ ആഗ്രഹിക്കുന്ന ഭരതനാൽ പ്രേരിക്കപ്പെട്ടവനായിട്ടാണ് നീ ഇത് ചെയ്യണതെന്ന്. രാമനെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഭരതനാൽ പ്രേരിക്കപ്പെട്ടവനായിട്ട് നീ രാമനാശ ഉപസ്ഥിതേ, രാമനാശം സംഭവിക്കുമ്പോൾ മാം നേതുമാകത അസി, എന്നെ കൊണ്ടുപോകാനാണല്ലോ നീ ഇപ്പോൾ അവിടെ വന്നെന്ന്, എന്നെ രാമനെ നശിപ്പിച്ചിട്ട് എന്നെ സ്വന്താക്കാൻ. അദ്യമാം ത്വം ന പ്രാപ്സ്യസേ, നീ ഇപ്പോൾ എന്നെ പ്രാപിക്കുക, നിനക്ക് എന്നെ തൊടാൻ കിട്ടില്ല. പശ്യ, കണ്ടോളൂ, അഹം പ്രാണൻ ത്യജാമി, നിനക്ക് അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ത്യജിക്കും. ഭാര്യാഹരണോദ്യതം ഈദൃശം ത്വാം രാമഃ ന ജാനാതി, ഭാര്യ എങ്ങനെ സ്വന്തം ഭാര്യയെ സ്വന്താക്കാൻ അതെ ശ്രീരാമൻ്റെ സ്വന്തം പത്നിയായിട്ടുള്ള എന്നെ ഇങ്ങനെ നീ സ്വന്താക്കാൻ ശ്രമിക്കണ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് നീയെന്ന് രാമന് ഇതുവരെ അറിയില്ല. രാമാത് അന്യം ന സ്പൃശാമി, എനിക്ക് രാമനിൽ നിന്ന് അന്യനെ ഞാൻ ഒരിക്കലും സ്പർശിക്കില്ല. ത്വാം വാ ഭരതം ഏവ, ത്വാം വാ ഭരതം ഏവ, നിന്നെ ആകട്ടെ ഭരതനെ ആകട്ടെ ഇനി ഇതി ഉക്ത്വ സ്വബാഹുഭ്യാം വധ്യമാന സാരുരോധ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകൾ നെഞ്ചത്തടിച്ചവൾ കരഞ്ഞു. തശ്രുത്വ, അതിനെ ശ്രവിച്ചിട്ട് ലക്ഷ്മണം കർണൗ പിതായ അതീവ ദുഃഖിത, ചെവി അടച്ചു പിടിച്ചു. എന്നിട്ട് വളരെ ദുഃഖിച്ചു. അത്രയ്ക്ക് കേൾക്കാൻ വയ്യാത്ത വാക്കാണ് പറഞ്ഞതേ. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതയ്ക്ക് ദേഷ്യം വന്നു, വിശ്വാസമായില്ല. എന്നിട്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ലക്ഷ്മണനോട് എന്താ പറഞ്ഞത്? ലക്ഷ്മണ, നീ ദുർബുദ്ധിയാണ്, നിൻ്റെ ബുദ്ധിയൊക്കെ ദുഷിച്ചിരിക്കുന്നു. രാമനാശം ആഗ്രഹിക്കുന്ന ഭരതനാൽ പ്രേരിതനായിട്ടാണ് അപ്പം നീ ഇവിടെ വന്നത്. രാമന് നാശം വരണമെന്നാണ് നിൻ്റെ ആഗ്രഹം. രാമന് നാശം നേരിട്ടാൽ പിന്നെ എന്നെ സ്വന്തമാക്കാലോ എന്നാണ് നിൻ്റെ വിചാരം. അത് നിനക്കൊരിക്കലും സാധിക്കില്ല. നിനക്ക് എന്നെ തൊടാൻ തന്നെ സാധിക്കില്ല. കണ്ടോളൂ, ഞാൻ ഇതാ ഇപ്പം പ്രാണത്യാഗം ചെയ്യും. ഭാര്യയെ ഇങ്ങനെ അപഹരിക്കാൻ ശ്രമിക്കണ ഒരാളാണ് നീയെന്ന് ഒരിക്കലും ശ്രീരാമനെ അറിഞ്ഞിട്ടില്ല. രാമനെ ഒഴികെ ഒരൊറ്റ അന്യപുരുഷനെ ഞാൻ തൊടേയില്ല. നീയായാലും വേണ്ടില്ല, ഭരതനായാലും വേണ്ടില്ല, ഞാൻ തൊടാൻ തയ്യാറല്ല. ഞാനിപ്പം എൻ്റെ പ്രാണത്യാഗം ചെയ്യും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോൾ രണ്ട് കൈയും മാറത്തടിച്ച് കരയാനും തുടങ്ങി. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ്റെ വേഗം ചെവി രണ്ടും പൊത്തിയിട്ട് വല്ലാതെ ദുഃഖിച്ചു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താട്ടോ. അപ്പം ഞാൻ ആ ശ്ലോകങ്ങൾ വായിക്കാം. ക്രുദ്ധ ലക്ഷ്മണ മാലോക്യ സീതാ ബാഷ്പവിലോചന പ്രാഹ ലക്ഷ്മണ ദുർബുദ്ധേ ഭ്രാതുർവ്യസനമിച്ഛസി പ്രേഷിതോ ഭരതേനൈവ രാമനാശാഭികാംക്ഷിണ മാം നേതുമാഗതോസി ത്വം രാമനാശ ഉപസ്ഥിതേ നർപ്രാപ്സ്യസേ ത്വം മാമദ്യ പശ്യ പ്രാണാംസ്ത്യജാമ്യഹം ന ജാനാതീദൃശം രാമസ്ത്വാം ഭാര്യാഹരണോദ്യതം രാമാധന്യം ന സ്പൃശാമി ത്വാം വാ ഭരതമേവ വാ. ഇത്യുക്ത്വാ വധ്യമാനാ സാ സ്വബാഹുഭ്യാം രുരോധഃ. ഇങ്ങനെ
കയ്യ് നെഞ്ചത്തെടുത്ത് കരഞ്ഞു സീത. അപ്പോൾ തത് ശ്രുത്വാ ലക്ഷ്മണ, അത് കേട്ട് പാവൻ ലക്ഷ്മണൻ കർണൗ പിതായാതീവ ദുഃഖിത, ചെവി രണ്ടും പൊത്തിയിട്ട് വല്ലാതെ ദുഃഖിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാ ലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. രണ്ട് ചെറിയ എന്താണ് ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടോ, സോറി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈശ്വര ഗുരുവായൂരപ്പ ശരണം.